We have already discussed about the functions and its different types, and now we will see the relations in discrete mathematics. Okay, so let's see the definition. A binary relation R from set x to y, we can written it as x r y or R of xy, is a subset of the Cartesian product x cross y. And generally, an n-array relation R between sets a1, a2, a3, etc. an is a subset of the n-array product a1 cross a2 cross etc. an. And the minimum cardinality of a relation R is 0, and the maximum cardinality will be n square in this case. A binary relation R on a single set A is a subset of A cross A. Okay, and for two distinct sets A and B having cardinalities m and n respectively, then the maximum cardinality of a relation R from A to B is mn, that is m into n. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ റിലേഷനിൽ ഒരു എന്നറി റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബൈനറി റിലേഷൻ ആയിരിക്കാം. അപ്പോൾ ബൈനറി റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? 2 എലമെൻറ്റ്. എന്നറി റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ n റിലേഷൻസ് ഉണ്ടായിരിക്കും, a1, a2, a3 എക്സെട്ര an. അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റിലേഷൻ പറയുമ്പോൾ അവിടെ a1 ക്രോസ് a2 ക്രോസ് an, അതാണ് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ സമ്മായിരിക്കും അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. സബ്സെറ്റ് ആയിരിക്കും ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് ഐയിലേക്കാണ് ഒരു റിലേഷൻ നമ്മൾ പറയുന്നതെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. Okay, and we can represent it using this symbol, that is x r y, or we can write it as r of x comma y. Okay, then നമ്മൾ ഫങ്ഷൻ്റെ കേസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് x1 born in city y1 in which year? in the year Z1. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റിൽ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ട്? അവിടെ 3 സെറ്റ് ഉണ്ട് അല്ലേ? 3 സെറ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ സെറ്റ്, അങ്ങനെ 3 സെറ്റ് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. അതായത് എക്സ് എന്ന് പറയുന്ന സെറ്റ് ഇറ്റ്സ് എ ഹ്യൂമൻ ബീയിങ്, വൈ എന്ന് പറയുന്ന സെറ്റ് അതെന്താണ്? സിറ്റിയാണ്, സെഡ് എന്ന് പറയുന്ന സെറ്റ് അത് ഇയറാണ്. അപ്പോൾ നമുക്ക് എക്സ് വൈ സെഡ് ഈ 3 സെറ്റിലും നമുക്ക് പറയുമ്പോൾ അവിടെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഓരോ എലമെൻറ്റും നമുക്കിവിടെ ഓരോന്നുമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ റിലേഷൻ എന്ന് പറയുന്നത് ആ ഒരു ക്രോസ് പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ആയിരിക്കും അല്ലേ? അതായത് ഒരാൾ ഒരു സിറ്റിയിലാണ് ജനിച്ചത്, ഏത് വർഷമാണ് ജനിച്ചത്, അപ്പോൾ വർഷമാണ് ഒരു സെറ്റ്, ഏത് സിറ്റി എന്നുള്ളതാണ് ഒരു സെറ്റ്. അതുപോലെ ആ ഹ്യൂമൻ ബീയിങ് ഏതൊരു പേഴ്സണാണ്, ആ പേഴ്സണാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെറ്റിൽ x1 x2 x അങ്ങനെ xn എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അതുപോലെ വൈയിലും അതുപോലെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാം, സെഡിലും അതുപോലെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ ഓരോ സെറ്റിലും എത്ര എലമെൻറ്റ്സ് ഉണ്ടോ, ഓക്കെ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അതായത് അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആ ഓരോ സെറ്റിലും എലമെൻ്റ് ഇല്ല എങ്കിൽ ആ ഒരു സെറ്റിൻ്റെ ആ ഒരു റിലേഷൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം നമുക്ക് ആ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ ഒരു സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്ക് നമുക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഉണ്ട്, ഇവിടെ വേറൊരു സെറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ 3 എലമെൻ്റ് ഉണ്ട്, ഇവിടെ 2 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓരോ ഇത് എ, ഇത് ബി. ഓക്കെ, ദർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ദെൻ വി ക്യാൻ ഡ്രോ എ റിലേഷൻ ലൈക്ക് ദിസ്, and this is a graphical representation for the corresponding relation. And here A to B we have 2 relations. From A1
we can call it as A1, and this is A2. From A2 we have 2, from A3 we have 2. So how many elements are there in the cross product? That is, and the cross product can be A1 B1, A1 B2, A2 B1, A2 B2, A3 B1, A3 B2. Okay, so 1 2 3 4 5 6 elements are there in the cross product, and here in A we have 3 elements and in B we have 2 elements. So total 3 into 2, that is 6 elements will be there in the relation. So here the cardinality is the product of the set, the number of elements in set A and the number of elements in set B. അപ്പോൾ അതാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? മാക്സിമം n ഇൻറ്റു n. ഓക്കെ, അതായത് ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ n എലമെൻറ്റ്സ് ആണെങ്കിൽ ആ n എലമെൻറ്റ്സ്, അതുപോലെ ബിയിലും n എലമെൻറ്റ്സ്.